ചെറുപ്പളശ്ശേരി കോട്ടക്കുന്നിൽ വൻ തീപിടുത്തം. ഉച്ചയ്ക്ക് 2:30യോടെയാണ് കുന്നിന്റെ പടിഞ്ഞാറ് മുകൾ ഭാഗത്തായി തീ പടരുന്നത് കണ്ടത്. പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്കും തീ പടരുകയായി. രാത്രി വൈകിയും തീ പടർന്നു പിടിക്കുന്നത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കി. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയെങ്കിലും കുന്നിൻ മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. നഗരസഭാ ചെയർമാനും മറ്റു ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. കുന്നിൻ മുകളിലെ പുൽക്കാടുകൾക്കാണ് തീപിടിച്ചത്. വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഈ കാട് കത്തലുണ്ട്. പക്ഷേ ഇത്ര ഭയങ്കരമായിട്ട് പ്രാവശ്യമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു സൈഡിൽ നിന്നാണ് കത്തി വരല്. ഇതിപ്പോൾ എല്ലാ സൈഡിൽ നിന്നും കൂടി കത്തി വരുന്നത്. നിസ്സാരമായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. കാരണം മറ്റുള്ള ആളുകളുടെ വീട്ടിലേക്ക് തീക്കേട് കയറി അപകടങ്ങൾ ഉണ്ടാവരുതെന്നുള്ള ആശയം കൊണ്ടാണ് എല്ലാവരും, ഈ നാട്ടുകാരും ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു സൗണ്ട് കേൾക്കുന്നൊരു സുമാറൊരു 5 മണിക്കാണ്, 4:30-5 മണിക്കാണ്. ഞാൻ പോയി നോക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് തീ വരുന്നത്. പക്ഷേ ഇടപെടലൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ആരും പറഞ്ഞാലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. തീ സ്വയം കിടണം, എന്നാൽ രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിനൊക്കെ ബാധിക്കാതെ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കവുങ്ങുതോട്ടം, അങ്ങേപ്പുറത്ത് കോളേജ്, അതിനൊക്കെ ബാധിക്കും. അപ്പുറത്ത് കോളനി, അവിടെ നിന്ന് ഇറങ്ങാണ്ടിരിക്കാം. ഫയർഫോഴ്സും കൂടെ വന്നിട്ടുണ്ട്, നോക്കാം. കോട്ടക്കുന്ന് ഭാഗത്ത് ഇന്ന് ഉച്ചയോടുകൂടി കോട്ടക്കുന്ന് മലയുടെ 2 ഭാഗത്ത് തീ പടരുകയും ഷൊർണൂർ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ പോലും കോട്ടക്കുന്ന് വീടുകളുടെ പരിസരത്ത് ആള് കമ്പടിച്ച് അങ്ങോട്ട് പടരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. MA Sons Gold and Diamonds, MA Tower, Main Road, ചെറുപ്പളശ്ശേരി.